ഹിന്ദു സമൂഹത്തിൽ ആചാരാനുഷ്ഠാനങ്ങളുടെയും അച്ചടക്കത്തിൻ്റെയും കുറവ് മൂലം വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകൾ കുറയ്ക്കാൻ എങ്ങനെ സാധിക്കും? അതിനായൊരു ബോധവൽക്കരണം സാധ്യമാണോ? ഹിന്ദു സമൂഹത്തിലാണ് ഭാരതത്തിൽ അഥവാ കേരളത്തിൽ ഏറ്റവും അധികം ആത്മഹത്യ നടക്കുന്നത്. ഭാരതത്തിൽ ഏറ്റവും അധികം ആത്മഹത്യ നടക്കുന്ന സംസ്ഥാനം കേരളമാണ്. പറയുമ്പോൾ വലിപ്പത്തിൽ ചെറുതാണ്, പക്ഷെ ഏറ്റവും അധികം ആത്മഹത്യ കേരളത്തിലാണ്. ആ ആത്മഹത്യകളിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു സമൂഹത്തിലാണ്. കാരണം പരസ്പരം സഹായിക്കുന്ന സ്വഭാവമില്ല, പരസ്പരം സഹകരിക്കുന്ന സ്വഭാവമില്ല. പ്രതിസന്ധിയെ നേരിടാൻ അറിയില്ല, അനുഷ്ഠാനങ്ങൾ ജീവിതത്തിലില്ല, ജീവിതത്തിൽ അനുഷ്ഠാനങ്ങളില്ല, ശാസ്ത്രബോധമില്ല. പഴയ തലമുറയുടെ ശാപം പേറി വെച്ചിരിക്കുകയല്ലാണ്ട് അനുഗ്രഹമില്ല. കാരണം അച്ഛനെയും അമ്മേനെയും വളരെ സ്നേഹപൂർവ്വം ശുശ്രൂഷിക്കുകയും സേവിക്കുകയും ചെയ്താലല്ലേ അവരുടെ സ്വാഭാവികമായ അനുഗ്രഹം കിട്ടൂ. അതില്ല. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അച്ഛനും ഇല്ല, അമ്മയില്ല. എന്നാൽ മുസ്ലിം സമൂഹത്തിൽ അങ്ങനെയല്ല. അവിടെ കുറേയെങ്കിലും അമ്മയോട് അച്ഛനോടുള്ള ആ സ്നേഹം, അവരെ നോക്കുന്നൊരു സ്വഭാവം, അതുകൊണ്ട് അവരുടെ അനുഗ്രഹം അതുണ്ട്. ക്രിസ്ത്യൻ സമൂഹത്തിലുമുണ്ട്. ഏറ്റവും വൃത്തികെട്ടത് ഇക്കാര്യത്തിൽ ഹിന്ദുവാണ്. ഏറ്റവും അധികം അച്ഛനമ്മമാരെ വയസ്സായിട്ട് ഒഴിവാക്കുന്നത് ഹിന്ദുക്കളാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾ മതി, അല്ലെങ്കിൽ അവൻ മതി, അച്ഛനും വേണ്ട അമ്മയും വേണ്ട. ഇനി എന്തെങ്കിലും അനുഷ്ഠാനങ്ങളുണ്ടോ? ഇല്ല. ഒരു മുസ്ലിം ഗൃഹത്തിൽ ഒരു കൊച്ചുകുട്ടി രാവിലെ ഉണരുന്നത് അച്ഛൻ പള്ളിയിൽ പോണതോ പോയി തിരിച്ചു വരുന്നതോ കണ്ടിട്ടാണ്. അമ്മ തൻ്റെ നമസ്കാരം ചെയ്യുന്ന ക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ് കുട്ടി കാണുന്നത്. ഇതുപോലെ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് രാത്രി നമസ്കാരം കഴിഞ്ഞ് അച്ഛൻ വരുന്നതും, അതുപോലെ അമ്മ ഭക്തിപൂർവ്വം നമസ്കരിക്കുന്നതുമാണ് കാണുന്നത്. ക്രിസ്ത്യൻ ഗൃഹങ്ങളിൽ രാവിലെ കുറച്ച് മോശമാണ്, വൈകുന്നേരം എന്തായാലും കുടുംബ പ്രാർത്ഥനയാണ് കാണുന്നത്. രാത്രി ഹിന്ദു വീട്ടിൽ എന്താ കാണുന്നത്? 90% കള്ളും കുടിച്ച് രാത്രി വന്ന് അടിയും പിടിയും ചവിട്ടും കൂത്തും. ഇത് കണ്ടിട്ടാണ് കുട്ടി കിടക്കുന്നത്. രാവിലെ ഉണരുന്നത് അച്ഛൻ ദേശാഭിമാനി, ജന്മഭൂമി, വീക്ഷണം, അതെ, ഇതൊക്കെ വായിച്ചൊരു പുഹയും വിട്ട് അച്ഛൻ ഇരിക്കുന്നതാണ് കുട്ടി കാണുന്നത്. അമ്മയോ പേപ്പറും നിവർത്തി വെച്ച് ഇരുന്നോളൂ അവിടെ, ഇവിടെ എൻ്റെ കഷ്ടപ്പാട് വല്ലതും അറിയാമെന്ന് അവിടുന്ന് ലഹള കൂടുന്നതാണ് കേൾക്കുന്നത്. അതെ, ചിന്തിച്ചു നോക്കുക, പറഞ്ഞത് ശരിയോ തെറ്റോ. കുറച്ചൊക്കെ അതിശയോക്തി ഉണ്ടാവും പറഞ്ഞതിൽ. ഇതാണ് സ്ഥിതി. എന്ത് മാതൃക കാണും? നിത്യവും പഞ്ചമഹായജ്ഞങ്ങളെ ചെയ്യുന്ന ഗൃഹങ്ങളാണോ നമ്മുടേത്? നമുക്കൊരു ഗുരുനാഥനുണ്ട്, ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ അവിടെ പോവാം എന്നുള്ളൊരു സങ്കല്പവും സംസ്കാരവും കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണുണ്ടോ? പിന്നെ ആത്മഹത്യയിലാണ്ട് എന്താ ഉണ്ടാവുക? കാരണം പ്രശ്നം പ്രതിസന്ധി വരുമ്പോൾ അവർക്ക് അഭിമുഖീകരിക്കാൻ അറിയില്ല, എന്താ പരിഹാരം എന്ന് അറിയില്ല. ആരോട് ചോദിക്കാൻ? അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ മാറിയിക്ക് തൊട്ട അശുദ്ധാവും, അതേ ഉള്ളൂ. ഒന്ന് ചേർത്ത് പിടിക്കുന്ന, ഒന്ന് കെട്ടിപ്പിടിക്കുന്ന സ്വഭാവം ഇല്ല. മാറി നിൽക്കും. ഇതാണ് അവിടെ ഏറ്റവും വലിയ മന്ത്രം. തൊട്ട അശുദ്ധാവും. നമ്മളൊക്കെ വലിയ വിഷമം തോന്നും പ്രഭാഷണങ്ങൾക്കൊക്കെ പോകുമ്പോൾ. പരിപാടി മാറും സ്വാമി വരുന്നുണ്ട്. എന്ത്? നിങ്ങളെന്തിനാ അവരെ മാറ്റണത്? ഞാൻ പോണേന്? അല്ല, സ്വാമിക്ക് വഴിയോ? നീ എനിക്ക് വഴി ഉണ്ടാക്കണ? അപ്പോൾ ഞാൻ പോയിട്ട് വെറുതെ വേണ്ടാണ്ടും കെട്ടിപ്പിടിക്കും ആൾക്കാരെ. ഇന്നിപ്പോൾ എനിക്ക് സെൻറ്റ് മണക്കുന്നുണ്ട്. സത്യം പറയാ, ഇപ്പോൾ സെൻറ്റ് മണക്കുന്നുണ്ട്. അത് കെട്ടിപ്പിടിച്ചിട്ടാ, വേറെ എന്താ? എന്തിനാ കെട്ടിപ്പിടിക്കണേ? എനിക്ക് കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഗുണവും കിട്ടാൻ പോണില്ല. അതുപോലെ ശില്ലാനമാണെങ്കിൽ പോക്കറ്റ് എടുക്കാൻ എനിക്ക് ഗുണം ഉണ്ടാവും. അതില്ല, പോക്കറ്റ് അടിക്കണമെന്നില്ല. പിന്നെ എന്തിനാ? ഈ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കണം. ചിന്തിക്കുക.
തൊടരുത്, അശുദ്ധാവും, മാറ്. പിന്നെ എങ്ങനെ ആത്മഹത്യ അല്ലാണ്ട് വേറെന്താ വഴി? ഇനി ആരെങ്കിലും ഒന്ന് അല്പം ഒന്ന് കച്ചവടത്തിലോ കൃഷിയിലോ താണു പോകണ്ടെങ്കിൽ അവനെ സഹകരിച്ച് അവനെ ഉയർത്താനുള്ള വഴിയില്ല. ആരെങ്കിലും ഉയർന്നുണ്ടെങ്കിൽ കൊക്ക കെട്ടി താഴത്തേക്ക് വലിക്കാൻ എല്ലാവരും ഉണ്ടാവും. ചിന്തിച്ചു വെക്കുക. മഹല്ലുകളിൽ പിരിവില്ല എന്ന് ഞാൻ പറയുന്നില്ല. മുസ്ലിമിൻ്റെ ഇടയ്ക്കും പിരിവുണ്ട്, ക്രിസ്ത്യാനിയുടെ ഇടയ്ക്ക് പിരിവില്ല എന്ന് പറയുന്നില്ല. ക്രിസ്ത്യാനിയുടെ ഇടയ്ക്കും പിരിവുണ്ട്, പള്ളി പിരിവുണ്ട്. പക്ഷേ സമാജത്തിൻ്റെ പെട്ട അംഗങ്ങളുടെ വ്യവസായ പുരോഗതിക്ക്, കച്ചവട പുരോഗതിക്ക് വേണ്ടി അവിടുന്ന് പരിശ്രമം ചെയ്യും. ഇവിടെ ഹിന്ദുവിൻ്റെ അമ്പലമാണെച്ചാലോ പിരിവ് മാത്രമാണ്, അങ്ങോട്ടൊന്നുമില്ല. തുടങ്ങുന്ന മുതൽക്ക് പിരിവ്, തീരണവരെ പിരിവ്, അങ്ങോട്ടൊന്നുമില്ല. എന്താ ഉള്ളത്? ചിന്തിച്ചു നോക്കൂ, പറയണത് ശരിയാണോ അല്ലയോ? ഏതെങ്കിലും ഒരാൾ കഷ്ടപ്പെട്ട് വ്യവസായം തുടങ്ങി പൈസ സമ്പാദിക്കുന്നുണ്ട് വന്നാൽ അവിടെ രാവിലെ തന്നെ പിരിവുകാരെ കൊണ്ട് കളിയാണ്. അവൻ സാമ്പത്തികമായിട്ട് ഒരല്പം താഴേക്ക് പോകുമ്പോൾ ഈ പിരിവ് വാങ്ങി ഒരൊറ്റയൊന്ന് തിരിഞ്ഞു നോക്കില്ല. ഒരു സാന്ത്വനെങ്കിലും കൊടുക്കണ്ടേ? എനിക്കറിയാം, ഞാൻ തുറന്നു പറയാം, പറയുന്നതിന് ഒരു മടിയില്ല. ഇവിടെ സ്ഥിരം വരുന്ന ഒരാളുണ്ട്, സ്ഥിരമായിട്ട്. ഇപ്പോൾ വരില്ല, കുറച്ച് കാലത്തേക്ക് ജയിലിലാണ്. മറ്റൊരാൾ ഇവിടെ ആഴ്ചയിൽ വരും, എല്ലാ ആഴ്ചയും ഇവിടെ വരും. ഇപ്പോൾ കുറച്ച് കൊല്ലം കഴിഞ്ഞിട്ട് ഇനി വരുള്ളൂ. അയാളൊരു ഹൈന്ദവ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായിരുന്നു. പൂർണ്ണ സമയം ഹിന്ദു സമാജത്തിന് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി സമർപ്പിതമായ ജീവിതം നയിച്ച ആളാണ്. കാലം മുന്നോട്ട് പോയി. അദ്ദേഹം സംഘടിപ്പിച്ച എത്രയോ പരിപാടിക്ക് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. എത്രയോ. ചെറിയൊരു കച്ചവടം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് അതും ഉപേക്ഷിച്ചിട്ടാണ് പിന്നെ അങ്ങനെയുള്ള പൂർണ്ണ സമയം സമർപ്പിതമായ പ്രവർത്തനം ചെയ്ത ശേഷം പിന്നെ അദ്ദേഹം നിശ്ചിത കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്ന് വീട്ടിലേക്ക് വിവാഹം കഴിച്ചു. അന്ന് വിവാഹം കഴിച്ചിട്ടില്ല, പിന്നീടാണ് ഒരു ചെറിയൊരു കട തുടങ്ങി. അങ്ങനെയായിരുന്നു. ആ കാലത്ത് എത്രമാത്രം പരിപാടികളാണ് നടത്തിയെന്നറിയാൾ. നിങ്ങൾക്ക് എത്രയോ പോയതാണ്. പിന്നീട് അയാളൊരു സ്ഥാപനം തുടങ്ങി. ആ സ്ഥാപനം അങ്ങോട്ട് വളർന്ന് പടർന്ന് പന്തലിച്ചു. കോടികൾ വരുമാനമായി, കോടികൾ. 100 ചില്ലാൻ ബ്രാഞ്ചുകൾ. ഒരു 10-20 അമ്പലക്കാരെങ്കിലും ദിവസം പിരിവിന് പോകും. 2 ലക്ഷം 4 ലക്ഷം എഴുതി കൊടുക്കുക. ഹൈന്ദവ പ്രസ്ഥാനങ്ങൾ മുഴുവൻ പോകും, വ്യത്യാസമൊന്നുമില്ല. എല്ലാ ഹൈന്ദവ പ്രസ്ഥാനങ്ങളും പോകും. അങ്ങ് എഴുതി കൊടുക്കുക 5 ലക്ഷം റുപ്യ അല്ലെങ്കിൽ 2 ലക്ഷം റുപ്യ. അത് മുഴുവൻ അയാൾ ഡൊണേഷൻ കൊടുക്കും. അയാൾ കൊടുക്കും, കാരണം അയാൾക്ക് അത്രയും അതിനോട് പ്രതിപത്തിയാണ്. സന്ദർഭവശാൽ അയാളുടെ ബിസിനസ് തളർച്ചയിലേക്ക് പോയി. ഈ തളർച്ചയിലേക്ക് പോണ സമയത്ത് അയാൾക്ക് ഒരു കൈത്താങ്ങ് കൊടുക്കാൻ ഒരാളുണ്ടായില്ലെന്ന് മാത്രമല്ല, അവനത് വേണം എന്ന് പറയാൻ 100 കണക്കിന് ആളുണ്ടായി. സാമ്പത്തിക ഇടപാടിൻ്റെ സ്ഥാപനമാണ്. ഫിക്സഡ് അസറ്റ്സ് 0 ആണ്. ആകെ കൂടിയുള്ള അസറ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ് വില്ല് മാത്രമാണ്. നിങ്ങൾക്കെല്ലാം അറിയുന്ന വിഷയമാണ്. ഒരു ഫിനാൻഷ്യൽ സ്ഥാപനം എന്ന് പറഞ്ഞാൽ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസ് ഗുഡ് വില്ലാണ്. ആ ഗുഡ് വില്ല് തകർന്നു, സഹായിക്കേണ്ടത് മുഴുവൻ മാറി നിന്നു. തലേ ദിവസം വരെ 5 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം വാങ്ങിയ ആൾക്കാർ ഇയാളെ പരിചയമില്ല, കണ്ടറിയില്ല. പിന്നെ ഇയാൾ ജയിലുകളിൽ നിന്ന് മാറി ജയിലുകളിലേക്ക് പോയി. അവസാനം ആത്മഹത്യയുടെ വക്കിലെത്തിയപ്പോഴാണ് ഞാനിതൊക്കെ അറിയുന്നതും ഇയാളെ കാണുന്നതും. എനിക്ക് സാമ്പത്തികമായിട്ട് ഒന്നും അത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ പിടിച്ചിവിടെ കൊണ്ടുവന്ന് സമാധാനിപ്പിച്ച് ഇതിനൊക്കെ നമുക്ക് ഫേസ് ചെയ്യണം എന്ന് പറഞ്ഞ്
ആരെങ്കിലും തരുന്ന ദക്ഷിണയിൽ നിന്ന് ഒരു 10,000, 5,000, 10,000, 5,000 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അയാൾക്ക് കൊടുക്കും. അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യും? അയാൾക്ക് കോടികൾ കൊടുക്കാൻ എനിക്ക് കഴിയുമോ? കഴിയില്ല. 5,000 റുപ്യ, 10,000 റുപ്യ, ഇങ്ങനെ ഇയാൾ ഇതുകൊണ്ട് ഇങ്ങനെ കേസ് നടത്തും. ഇവിടെ വരുമ്പോഴൊക്കെ ഒളിച്ചിട്ടാണ് അയാൾ വരിക. കാരണം അയാൾക്ക് പബ്ലിക്കിൽ പോയി കഴിഞ്ഞാൽ 600 ചില കേസുണ്ട്. ചിന്തിക്കുക. ഇപ്പോൾ 10-16 കേസിന് ഒന്നിച്ച് ശിക്ഷിക്കപ്പെട്ടു, ജയിലിലാണ്. നേരെ മറിച്ച് അനായാസേന അയാളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു പ്രസ്ഥാനങ്ങൾക്ക്. പ്രസ്ഥാനങ്ങളുടെ കയ്യിൽ കോടിക്കണക്കിന് ഉറുപ്പിയുണ്ട്. ഇതാണ് നമ്മുടെ സ്വഭാവം. അയാൾ ഡൊണേഷൻ കൊടുത്ത് വളർത്തിയ ക്ഷേത്രങ്ങളുടെ ഫിക്സഡ് അക്കൗണ്ട് ഉണ്ട്. ഒന്ന് സഹായിക്കാൻ പറ്റും. എന്നാ സ്വാമിക്ക് ചെയ്തൂടെ? ഇവിടെ ഇല്ല. ഇപ്പം അപ്പപ്പോൾ കഴിയും, അപ്പപ്പോൾ കിട്ടും, അപ്പപ്പോൾ കൊടുക്കും. അന്നന്ന് കിട്ടുന്ന ദക്ഷിണ അന്നന്ന് തീരും. അതാണ് ഇവിടുത്തെ രീതി. പക്ഷെ ഒന്നുറപ്പാണ്, അയാൾ ആത്മഹത്യയില്ല. ചിലപ്പോൾ മരിച്ചു പോകും, അത്രയും ശരീരം അത്രയും ദുർബലമായിട്ടുണ്ട്. അത് വേറെ വിഷയം. പക്ഷെ ആത്മഹത്യയില്ല, ഉറപ്പ്. ഇതൊരു കഥയല്ല. ഇതിവിടെ പറഞ്ഞ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരാളുടെ കഥയല്ല. ഇതേപോലെ പല കഥകളുണ്ട്. തുല്യമായിട്ട് വേറൊരു കക്ഷിയുണ്ട് ഇതേപോലെ. അയാൾ ആത്മഹത്യ ചെയ്യാൻ പോവുമായിരുന്നു. റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴാണ് ഒരു പഴയ ഒരു പ്രസ്ഥാന പ്രവർത്തകൻ പിടിച്ചിങ്ങോട്ട് കൊണ്ടുവരുന്നത്. നമ്മളിവിടെ ഇട്ടു, ഭക്തനിവാസിൽ 2 ദിവസം ഇട്ടു. ഞാൻ കാണിച്ചാൽ ചത്തോ, പക്ഷേ ഇന്നതൊക്കെ ആലോചിച്ചിട്ട് ചത്താൽ മതി. ഇല്ല സ്വാമി, ഞാൻ ആത്മഹത്യയില്ല. പിന്നീട് അയാൾ ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെയുള്ള പൊടികളുടെ കച്ചവടം തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ജീവിക്കുക. അയാൾക്ക് 500 കേസുണ്ട്. കാരണം ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ നടത്തിയെന്ന് പറഞ്ഞാൽ എന്തായാലും ഒപ്പിട്ട ചെക്കുകൾ പലർക്ക് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇതിൻ്റെ വ്യവഹാരം നടക്കുന്നത്. അത് അങ്ങോട്ടും കൊടുക്കും, ഇങ്ങോട്ടും വാങ്ങും. അതാണ് അവരുടെ രീതി. അതുകൊണ്ട് ഗുഡ്വിൽ തകർന്ന സ്ഥാപനം പൊളിയും. സ്ഥാപനം പൊളിഞ്ഞാൽ 10, 500, 1000 കേസ് വരും. കിട്ടാനുള്ള ഒറ്റ പൈസ കിട്ടൂല, കൊടുക്കാനുള്ളത് മുഴുവൻ കൊടുക്കും. ഞാൻ രണ്ടാമത് പറഞ്ഞ കക്ഷിയുടെ സ്ഥാപനം മുഴുവൻ തകർത്തത് ഒരൊറ്റ വാർത്തയാണ്. ഒറ്റ വാർത്ത. ആ വാർത്ത കൊടുത്തത് ഇയാൾ വ്യവഹാരം ചെയ്യുന്ന പണം മുഴുവൻ സരിത നായരുടേതാണ് എന്നുള്ള ഒറ്റ വാർത്ത ടെലിവിഷനിൽ വന്നത്. കംപ്ലീറ്റ് ആൾക്കാർ പൈസ വിഡ്രോ ചെയ്തു. അങ്ങോട്ട് അടയ്ക്കേണ്ട ആരും അടച്ചില്ല. ഇയാൾക്ക് സരിത നായരുമായിട്ടൊരു പരിചയവും ഇല്ല, ബന്ധവും ഇല്ല. കാരണം ഹിന്ദു സ്ഥാപനം അങ്ങനെ വളരണ്ടെന്ന് മറ്റവന്മാർ തീരുമാനിച്ചിട്ടാണ് ന്യൂസ് കൊടുത്തത്. തകർന്നു കഴിഞ്ഞല്ലോ. 1 മാസം കഴിഞ്ഞിട്ട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് തെറ്റി ന്യൂസ് കൊടുത്തതാണ്. എപ്പോൾ? കംപ്ലീറ്റ് തകർന്ന് ഇയാൾ ജയിലിലുള്ള സമയത്ത്. ചിന്തിക്കുക, ഇതാണ് നമ്മുടെ ലോകം. ഇതൊന്നും കഥ പറയാന്ന് വിചാരിക്കരുത്. ഒന്നും കഥ പറയാറില്ല. ഇതാണ് ഹിന്ദുവിൻ്റെ അവസ്ഥ. പിന്നെ ആത്മഹത്യയിലാണ് എന്ത് ചെയ്യും? ഇപ്പം നമ്മളെ കേമത്തൊന്നും പറയാല്ല. ഈ 2 പേരും ഇന്ന് ജീവിക്കുന്നത് അദ്വൈതാശ്രമമുള്ളതുകൊണ്ടാണ്. ഈ 2 പേരും. രണ്ടാമത്തെ ആൾ നമ്മൾ കുറേ തല്ലുമൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്നേഹത്തിൻ്റെതല്ല അയാൾക്ക് മനസ്സിലാവും. വേദനിപ്പിച്ച് തല്ലല്ല. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ഒരു ചേർത്ത് പിടിക്കാൻ ഒരാൾ ഉണ്ടായാൽ മതി. അത് ഉണ്ടാവണ്ടേ?